ഹായ് എവരിവൺ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ നൈറ്റ് അല്ലെങ്കിൽ ഡേ ഒക്കെ കാണുമ്പോൾ ഏത് HDRI ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. എല്ലാവരും HDRI ലൈറ്റിംഗ് യൂസ് ചെയ്യുന്നത് ഡോം ലൈറ്റ് എന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അത് ഇത്തിരി എന്നെ സംബന്ധിച്ച് ഇത്തിരി സിമ്പിളായിട്ട് തോന്നുന്നു. ഇതാണ് HDRI. എല്ലാവരും ചോദിക്കാറുണ്ട്, പലതും കാണുമ്പോൾ ഒരു നല്ല HDRI ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യായിരുന്നു. ഞാനിതിൽ ഈ വീഡിയോ ചെയ്യുന്നത് HDRI അത്ര ഒരു നെസസറി ആയിട്ടുള്ളൊരു സാധനമല്ല. നൈറ്റ് ലൈറ്റിംഗ് HDRI നെസസറി ആണ്. എപ്പോൾ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ വരുമ്പോൾ നമുക്ക് റിഫ്ലക്ഷന് ഈ പറഞ്ഞ പോലെ ഒരു പരിധിയുണ്ട്. അതായത് ഒരു ചെറിയ ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ ചെറിയ ഹൈറ്റിലായിരിക്കും, അതായത് ഒരു 3-6 മീറ്റർ ആയിരിക്കും അതിന് ഗ്ലാസ് ലെവൽ വരിക. അത് കവർ ചെയ്യാൻ നമ്മൾ ഇപ്പോൾ ട്രീസ് ചുറ്റും വയ്ക്കുകയാണെങ്കിൽ റിഫ്ലക്ഷൻ്റെ കേസ് ഒരു പരിധി വരെ അതിൽ പോകും. പക്ഷെ ആ സമയത്ത് ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ നമുക്കത് പറ്റില്ല. അപ്പോൾ അതിൽ HDRI വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ അത് ഒരുപാട് സഹായിക്കും. അല്ലാത്ത കേസുകൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ HDRI ഇല്ലാതെ തന്നെ നമുക്ക് നൈറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഒരു സീൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ സീൻ തന്നെയാണ്. ആർക്കോണ്ടൽ 17 ഒരു വീട് ഞാനിതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീനിൽ വേറെയാണ്. അപ്പോൾ റണ്ടറിങ്ങിൽ ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. പ്രോഗ്രസീവ് ഞാൻ മാറ്റി ബക്കറ്റാക്കി, ഇത് 40 ആക്കി, നോയ്സ് ത്രെഷോൾഡ് 0.05 ആക്കി. ഫിൽട്ടർ ഞാൻ എപ്പോഴും കാറ്റൺ ലോമാണ് യൂസ് ചെയ്യാറ്. കാറ്റൺ ലോം നോക്കാം, കാരണം വേറെ 3 വന്നതോടുകൂടി കാറ്റൺ ലോം എനിക്കത് അത്രയ്ക്കാണ് പറ്റുന്നില്ല. നമുക്ക് ആദ്യം കാറ്റൺ ലോം ഇട്ട് നോക്കാം. എൻവയോൺമെൻറ്റ് ഇത് മാത്രം ഞാൻ ഓൺ ചെയ്തു. GA ഇത് ഞാൻ എക്സ്പോണൻഷ്യൽ കൊടുത്തു. ഗാമ 2.2 ഇത് ഞാൻ ഓൺ ചെയ്തു. ക്ലാമ്പ് ഔട്ട്പുട്ട് ഓൺ ചെയ്തു. GI ഇയർഡൻസ് മാപ്പ് ഇട്ടു. മീഡിയം ലൈറ്റ് കഷേ അതൊക്കെ മതി. സെറ്റിങ്സ് ടോപ്പ് ടു ബോട്ടം ഇട്ടു. ഓക്കെ, വരുമ്പോട്ട് ഞാൻ ഒന്നും ചെയ്യണ്ട. നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതായിരിക്കും. ഓക്കെ, ഞാൻ സീനിൽ ഒരൊറ്റ ലൈറ്റ് ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GAയിൽ കൊടുത്തിരിക്കുന്ന കളറാണ് സാധനം വലിക്കുന്നത്. അത് ഞാൻ വേറൊരു കാര്യം ചെയ്യാണ്. ആ GAയിൽ കളറ് ഞാൻ നമുക്ക് ആവശ്യമുള്ളൊരു കളറ് എല്ലാവരും HDRI കിട്ടും, അത് കിട്ടുന്ന ഒരു കളറ് ഞാൻ കൊടുക്കാം. ബ്ലൂ, ഇതൊരു 3 കൊടുത്തു. ഞാൻ എൻ്റെ ക്യാമറയുടെ വാല്യൂ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ന്യൂട്രലാണ് മതി. 120 200. ഓക്കെ, ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഈ ഒരു നീലർ ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കളർ കൊടുത്തു.
എൻവയോൺമെന്റിൽ ഞാൻ ആ കളർ കോപ്പി ചെയ്തിട്ട് കോപ്പി. യെസ്, വലിയ കുഴപ്പമില്ല. ഞാൻ ഇതില് 1-2 ലൈറ്റ് വെറുതെ കൊടുത്തു നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ് വെറുതെ സ്ഫിയർ ലൈറ്റ് ആണ്. അത് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, ഓപ്ഷൻസിൽ ഇൻവിസിബിൾ ആക്കി ഈ സ്പെക്കുലർ ഓൺ ചെയ്തിട്ട് റിഫ്ലക്ഷൻസ് ഓഫ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ കളർ എന്നുള്ളത് ഞാൻ ടെമ്പറേച്ചറിലേക്ക് കണക്ട് ചെയ്യും. ഞാനൊരു 3000 കൊടുക്കും. 3500 പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ഒക്കെ കൊടുത്ത് ചെയ്യേണ്ടതാണ്, അതായത് ലൈറ്റ് സോഴ്സ് കാണിച്ച് ചെയ്യേണ്ടതാണ് അതിൻ്റെ ശരി. ഇപ്പോൾ ഞാൻ അതിനും മെനക്കെടുന്നില്ല, കാരണം ഒരു ട്യൂട്ടോറിയൽ പോലല്ല. അത് നിങ്ങൾ ശരിക്കും ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതുപോലെ ചെയ്തെടുക്കുക. ഓക്കെ, ഇൻസ്റ്റൻസ് എടുക്കാം. ഓക്കെ, ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ലൈറ്റ്സ് കോപ്പി ചെയ്യുന്നുള്ളൂ. നമ്മളിവിടെ ഒരു 3 ലൈറ്റ് വെച്ചു. ഇത്ര എത്തുള്ളൂ എന്ന് വിചാരിക്കാം. എല്ലാ ലൈറ്റും സെലക്ട് ചെയ്തു. ഓക്കെ, കറക്റ്റ് ലെവലാണ്. ഇൻവിസിബിൾ ഓൺ ചെയ്തിട്ടുണ്ട്. സി അടിച്ചു. ഓക്കെ, നമുക്കൊരു 30ക്ക് കൊടുത്തല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ഈ 30 എന്നുള്ളത് ഒരു 300 ആക്കി. യെസ്, ഞാൻ 2 കാര്യം കൂടി ചെയ്യണം. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാനത് മെറ്റീരിയൽ കൊടുക്കുമ്പോൾ വിട്ടുപോയതാണ്. ഗ്ലാസ് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ വെറ്റ് ഷാഡോസ് ചാനൽസ് കൊടുക്കുക.
ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ റണ്ടർ സെറ്റപ്പിൽ വന്നു ജിയോയിൽ നമ്മളെപ്പോഴും ആംബിയൻ്റ് ഓപ്പറേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നുകൂടി റണ്ടർ ചെയ്ത് നോക്കാം. യെസ്, ഇത്രേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളോട് പറഞ്ഞ പോലെ HDR വിത്തൗട്ട് HDR നമുക്ക് നൈറ്റ് ചെയ്യാവുന്നതുള്ളൂ. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. HDR കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് നൈറ്റ് ട്രൈ ചെയ്യാതിരിക്കണ്ട. HDR ജസ്റ്റ് ഒരു എന്താ പറയുക, നമുക്കൊരു റിഫ്ലക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഉള്ള സംഭവമാണ്. ഇപ്പോൾ നമ്മളിതിന് ചുറ്റും സംഭവങ്ങൾ വെക്കുകയാണെങ്കിൽ അത് ആ ഗ്ലാസ് റിഫ്ലക്റ്റ് ചെയ്തെടുത്തോളും. നൈറ്റിന് വേണ്ടിയിട്ട് ആരും HDR തപ്പി നടക്കണ്ട. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ.